ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? അങ്ങനെ നമ്മളെ റീച്ചുകളുടെ രാജകുമാരിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ ബന്ധു വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. നാളെ അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് പോലീസ് ഇന്ന് അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഒരുപാട് ബുദ്ധിമുട്ടി, തിരക്കുള്ള ബസ്സിലൊക്കെ പിടിച്ച് കയറി, മേക്കപ്പൊക്കെ ഇട്ട്, ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറി, ഫിൽറ്ററൊക്കെ ഇട്ട് വീഡിയോ എടുത്ത് ഒരു നിരവധിയെ കൊലക്ക് കൊടുത്തു. അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അതിലിരയാക്കപ്പെട്ട ആ പാവം മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്. ഇവളെന്താ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കുറേ പേര് വീഡിയോസൊക്കെ ചെയ്യുന്നില്ലേ, അവിടെ തൊട്ടു ഇവിടെ തൊട്ടു കണ്ടില്ല, അടുത്തൂടെ നടന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഈ പാവം ജീവിതകാലം മുഴുവൻ ഇതും ഈ അപമാന ഭാരവും പേര് ജീവിക്കുന്ന അവൾ വിചാരിച്ചു. പക്ഷേ ആ പാവം ആത്മഹത്യ ചെയ്യുന്നുള്ളത് ഇവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇവള് ആ പാവത്തിനെ അപമാനിച്ച ആ റീച്ച് കൊണ്ട് ഒരു മില്യൺ കണക്കിന് വ്യൂവേഴ്സൊക്കെ കിട്ടിയില്ല. അത് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി റാണിയായിട്ട് വാഴാം, കുറേ ഓൺലൈൻ മീഡിയാസിന് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് ചെത്തി നടക്കാം, വിരസി നടക്കാം. എന്നിട്ട് ഓൺലൈൻ മീഡിയയിലൊക്കെ വന്നിട്ട് സമൂഹത്തിലെ അനീതിക്കും അക്രമത്തിനുമെതിരെ ഘോരം സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തതാണ്. അവളെ മുഖം ഒന്ന് അറിയപ്പെടണം, ഭയങ്കര സംഭവം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇപ്പോൾ ഇന്ന് കണ്ടല്ലോ, പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കഴിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ അവരുടെ അവസ്ഥ കണ്ടില്ലേ? മുഖം കാണിക്കാൻ പോലും അവർക്ക് പേടിയായി തുടങ്ങി, ഭയമായി തുടങ്ങി, അവർക്ക് നാണക്കേടായി തുടങ്ങി. മുഖമൊക്കെ മാസ്ക് ഇട്ട് മറച്ച് ആകെ വല്ലാത്ത അവരുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് അവിടെ മുഖം എല്ലാവരും തിരിച്ചറിഞ്ഞ് ഒരു സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഭയങ്കര സംഭവമാക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒരു പാവത്തിന് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇതിപ്പോൾ അവളെ അവസ്ഥ കണ്ടില്ലേ? അവള് തകർന്നു പോയിട്ടുണ്ട്. അവളെ നടത്തം കാണുമ്പോൾ തന്നെ അവൾക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. അതായത് അത്രയും തകർന്നിട്ടുണ്ട്, മുഖം പോലും കാണിക്കുന്നില്ല അവള്. പക്ഷെ പോലീസ് വളരെ രഹസ്യമായിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മാധ്യമപ്രവർത്തകർ അറിയിച്ചിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഇവരെ 10:30 കസ്റ്റഡിയിൽ എടുത്തിട്ട് മെഡിക്കലിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അത് മാധ്യമങ്ങൾക്ക് പിന്നീടാണ് അറിയുന്നത്. അതിനെതിരെ പ്രതിഷേധങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഇനി ഇത് പോലീസ് കസ്റ്റഡിയിൽ, പോലീസ് സ്റ്റേഷൻ ജാമ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക, പിന്നെ ഇത് കുറേ പേര് പതുങ്ങിയിരിക്കുന്നുണ്ട്, ഇവളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും മിണ്ടാതിരിക്കുന്നുണ്ട്. അവരൊക്കെ ഇപ്പോൾ പൊങ്ങും. സ്റ്റേഷൻ ജാമ്യത്തിൽ ഇവൾക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ പൊങ്ങും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ധൈര്യമായില്ലേ, എന്തും പറയാമല്ലോ. കുറച്ച് ദിവസം ഒളിവിലിരിക്കുക, തെളിവുകളൊക്കെ നശിപ്പിക്കുക, എന്നിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ ജസ്റ്റ് ഒന്ന് സ്റ്റേഷനിൽ പോവുക, എന്തൊക്കെയുണ്ട് സുഖമല്ല, ഫുഡൊക്കെ കഴിച്ചോ, ഞാൻ ഭയങ്കര സംഭവം ക്യൂട്ട്നെസ്സൊക്കെ കണ്ട് വാരി വിതറുക, പോവുക. അങ്ങനെ ചെയ്യരുത്, ഇവളൊന്നും വിടരുത്. ഇവളൊക്കെ നിയമം അനുശാസിക്കുന്ന മാക്സിമം ശിക്ഷകൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടോ, അവളുടെ അവസ്ഥ കണ്ടപ്പോഴേ സന്തോഷമായി.